ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിന്ന് ബീഫ് പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് എടുത്ത് വെള്ളത്തിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് രാവിലെ തന്നെ എണീച്ച് വന്നപ്പോൾ തന്നെ ബീഫ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസം കേട്ടോ. ഞാനിന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം സെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് പണികളുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ പൊറോട്ടയും ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അത് കഴിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. ബീഫ് നന്നായിട്ട് ഉലർത്തിയിട്ട് അതിൽ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും കൂടി നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മളെ കഴിപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കുകയാണ് കേട്ടോ. ഒരുപാട് പണികളുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ റൂമിൻ്റെ കോലം നിങ്ങളൊന്ന് കാണണം. അത്രയും വലിച്ചു വാരി ഒരു കത്തിയായിട്ട് കിടക്കുകയാണ്. മൊത്തം ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ ഒരു വൃത്തിയില്ലാണ്ട് മൊത്തത്തിലൊരു വലിച്ചു വാരിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഒരുപാട് സമയമെടുക്കും. ഇതിപ്പോൾ മെഷീനിൽ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ ഓൾറെഡി മെഷീനിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ടുപോയി അയലിടാം. ഒത്തിരി ഡ്രസ്സുണ്ട്. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അലക്കണേ. അപ്പോൾ ഒത്തിരി ഡ്രസ്സുണ്ട്. എൻ്റെ കൈ വരെ മുറിഞ്ഞു പോയി ആ ഡ്രസ്സ് മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും. അപ്പോൾ നമ്മൾ വെയിലുള്ള ഓപ്പൺ ടെറസിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് തൂക്കിയിടുന്ന. വെയിലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിലത്തുണ്ടായിരുന്ന മാറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് അലക്കാനായിട്ട് മെഷീനിലോട്ട് ഇടാം കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ എപ്പോഴും വാഷ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മെഷീനിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. നമ്മൾ അടിച്ചു വാരാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചു വാരാണ്. അപ്പോൾ ഈ കാണുന്ന വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വീഡിയോയിൽ, നമ്മൾ സൗദിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3rd ഫ്ലോറിലാണ് കേട്ടോ. നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊരു 2 ദിവസം കൂടുമ്പോഴൊക്കെ പുറത്തു കൊണ്ട് ഒഴിവാക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കൊണ്ടുപോയിട്ടില്ല, ഇനി കൊണ്ടുപോകണം. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് അടിച്ചു വാരി പോവാണ്. കാര്യം നമ്മൾ ബീഫ് അവിടെ കിടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴേക്കും ബീഫ് ഉണ്ടാക്കാൻ വേണം. അടിച്ചു വാരലും തുടയ്ക്കലും മടക്കി വെക്കലും തിരുമ്പലും മൊത്തം നമ്മൾ കഴിക്കണം. ഇന്ന് ഭയങ്കര ബിസി ഡേ ആണ് കേട്ടോ. ഫ്രീ ഉള്ള ഒരു ദിവസമൊന്നുമല്ല. ഫ്രീ ഉള്ള ദിവസം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു റുട്ടീന് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ. എൻ്റെ സെൽഫ് കെയർ അതേപോലെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള സമയമൊന്നും ഇന്നില്ല. ഇന്ന് മൊത്തം പണികളാണ് കേട്ടോ. മൊത്തം ശരിയാക്കാനും നന്നാക്കാനും. അല്ല, എന്നെ പറഞ്ഞാൽ മതി. ഡെയിലി ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പണി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അലക്കാണെങ്കിലും അടിച്ചു വാരി തുടക്കുകയാണെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യുന്ന ദിവസം ഉണ്ടാവും. ചെയ്യുന്ന ദിവസം കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഹാപ്പി ആയിട്ട് നമ്മളിതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണമല്ലോ ലഞ്ച് ഉണ്ടാക്കാൻ എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ബീഫ് ഇപ്പോൾ ഏകദേശമൊക്കെ തണുപ്പൊക്കെ ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു. സെറ്റാക്കി മടക്കാനുള്ളതൊക്കെ സെറ്റാക്കി ഇപ്പോൾ റൂം കൊണ്ടുപോയി എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സസൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ, മീഷോന്ന്. അപ്പോൾ നമ്മളിതൊക്കെ മീഷോയിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. കുറച്ച്
കുറച്ച് ചെറിയ പൈസക്ക് കിട്ടിയതാണ് കേട്ടോ ഓഫറിൽ. അപ്പോൾ നമ്മളിതൊരു 8 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ എൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. എൻ്റെ നൈറ്റീസ്, അതുപോലെ പാൻറ്റ്, ഷർട്ട് ഒക്കെ ഓരോ ബോക്സ് ആക്കി വെച്ചേക്കാണ്. പിന്നെ എൻ്റെ ബേബീൻ്റെ ആണ് കേട്ടോ 2 എണ്ണം, ലാസ്റ്റ് കാണുന്ന ആ 3 എണ്ണം. 3 എണ്ണം ഇല്ലേ, 2 എണ്ണേ അവൻ്റെ ഉള്ളൂ. ഒന്ന് വീട്ടിൽ യൂസ് ചെയ്യുന്നതും ഒന്ന് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന 2 എണ്ണേ ഉള്ളൂ. ബാക്കി മൊത്തം എൻ്റെതാണ് കേട്ടോ. എന്നാലും നമുക്ക് ഡ്രസ്സൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സാധനം കയ്യിലുള്ളതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവൻ്റെ ടോയ്സൊക്കെ പെറുക്കി വെച്ചു. ഒരു ബോക്സ് നിറയെ ടോയ്സ് ഉണ്ട്. മൊത്തം വലിച്ചു കയറിയിട്ടാറാണ് പതിവ്. അപ്പോൾ പിന്നാലെ നടന്ന് നന്നാക്കാൻ ഞാൻ ചിലപ്പോൾ നിൽക്കാറില്ല, ചിലപ്പോൾ നിൽക്കും. എനിക്കെപ്പോഴും വൃത്തിയിലും നീറ്റിലും കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കും. ചിലപ്പോൾ അതിന് പറ്റാറില്ല. അങ്ങനെ പറ്റാത്ത ദിവസമായിരുന്നു 2 ദിവസം. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും എടുത്ത് വെക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ സോഫ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആയി അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ കണ്ടില്ലേ, ഒത്തിരി വേസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് നമ്മൾ ഹോളിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഹോളും മറ്റേ ലിവിങ് റൂമും മൊത്തത്തിൽ ഇങ്ങനെ അടിച്ച് വന്നപ്പോൾ ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ അടിച്ചു വാരി നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പണി. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ മൊത്തം സീനാണ്. ഇതൊക്കെ ഇനി നമുക്ക് നേരാക്കണം. അതിൻ്റെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ മിററിലൊക്കെ നോക്കി വെറുതെ അതും ഇതും കാണിച്ചതാണ്. അപ്പോൾ ഇത് സ്ട്രോബെറി ഇന്നലെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. ഇത് കഴിച്ചിട്ടുമില്ല, ഇത് കൊണ്ടുവച്ചിട്ടുമില്ല. അവിടെ ബെഡിലുണ്ടായിരുന്നു, അത് കൊണ്ട് വെച്ചു. ഇനി കുറച്ചും കൂടെ എൻ്റെ ബേബിയുടെ ടോയ്സ് എന്താ പറയുക റൂമിലൊക്കെ ഉണ്ട്. എന്താ പറയുക, ബേബി ബോയ് മോം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട് ഞാൻ. കാര്യം അത്രയ്ക്ക് വലിച്ചു വാരി ഇട്ടിട്ട് ടോയ്സ് എന്ന് പറയുന്നത് ഭയങ്കര അവന് ജീവനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടും. അങ്ങനെ നമ്മൾ ബെഡ്റൂമൊക്കെ ഓർഗനൈസ് ചെയ്തു. അതേപോലെ എൻ്റെ ബ്രദറിൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഇവിടെയും അവൻ്റെ ടോയ്സും പിന്നെ കളിക്കുന്ന അവൻ്റെ ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ അതുപോലെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി നന്നാക്കുവാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിലേക്ക് ഓടാൻ വേണ്ടിയിട്ട്. കാര്യം ഒരുപാട് സമയമായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 11:30 ആയിട്ടുണ്ട്. ലഞ്ച് ടൈം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു 1:30 ഒക്കെ ആകുമ്പോൾ ലഞ്ച് ആക്കുന്നതാണ്. ഇന്ന് അതിനേക്കാളൊക്കെ ലേറ്റ് ആകുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം. എന്തായാലും നമ്മൾ ഇതിന് നിന്നു. ഇനിയിപ്പോൾ അത് സെറ്റാക്കാണ്ട് പോയി എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അടിച്ചുവാരൽ കഴിഞ്ഞ ശേഷം ഞാൻ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ബീഫ് ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് തുടക്കൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ ബീഫ് കട്ട് ചെയ്യാണ്. അടിപൊളി ബീഫാട്ടോ, ഒരു പൊടിക്ക് നമുക്ക് ഒഴിവാക്കാനില്ല. അടിപൊളി ബീഫാണ്. അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഈ നമ്മൾ ബീഫ് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കറിലോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അടിപൊളി ബീഫാണ്, ഒന്നും പറയാനില്ല. ഒന്നും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഒഴിവാക്കാനില്ല. അപ്പോൾ ഞാൻ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. ഒരു 4 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തു കേട്ടോ. കാര്യം ബീഫിലേക്ക് മല്ലിപ്പൊടിയാണല്ലോ മെയിനായിട്ട് നമ്മൾ ടേസ്റ്റിന് ആഡ് ചെയ്യുക. പിന്നെ മുളക് പൊടി ആഡ് ചെയ്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ശേഷം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ നന്നായിട്ട് തുമ്മുന്നുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല ആഡ് ചെയ്തു. പൊടി മൂക്കി കയറിയിട്ട് തുമ്മുന്നുണ്ട്. ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാണ് കേട്ടോ. ക്രഷ് ചെയ്യാത്ത കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2.5 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്തു. അത്യാവശ്യം നമ്മൾ ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുവാണ് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത ശേഷം
പിന്നെ ഞാൻ കുറച്ച് ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ കീറി അങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ടു. പിന്നെ നല്ല വൃത്തിയുള്ള കൈ ആയതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കി നല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പാകമായിട്ട് തോന്നി. കുറച്ചും കൂടി ഉപ്പ് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ആഡ് ചെയ്തു. എനിക്കിപ്പോഴും ഉപ്പിടണം, ഉപ്പ് കുറയുന്നതാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മിക്സിയിൽ ചതക്കി അത് ആഡ് ചെയ്യാണ് കേട്ടോ. ഈ ചീരുള്ളി ഞാൻ ആദ്യം ആഡ് ചെയ്യാതിരുന്നത്, ഇത് എൻ്റെ ഹസ്ബൻഡാണ് റെഡിയാക്കി തന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തായിരുന്നു. അപ്പോൾ ഇനി ഞാൻ അത് അതിലേക്കിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില, അത്യാവശ്യം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കി കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഉപ്പിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഉപ്പ് കൂടിയാലും കുറയരുതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഉപ്പ് കുറഞ്ഞാലും കൂടരുതെന്നാണ് എല്ലാവരുടെയും ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ എൻ്റെ നേരെ തിരിച്ചാട്ടോ. അപ്പോൾ ബീഫ് ഈ ഒരു മസാല അടിപൊളിയാണ് കേട്ടോ. ബീഫ് ഒരു രക്ഷയില്ല, അടിപൊളി ബീഫായിരുന്നു. അങ്ങനെ ഞാൻ കുക്കർ അടച്ച് വെച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കേൾക്കണം. അപ്പോൾ എൻ്റെ റൂമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ്, എൻ്റെ കബോർഡൊക്കെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, വെറുതെ ചുമ്മാ ഈ കാര്യമില്ല. അപ്പോൾ വെറുതെ കാണിച്ചാണ്. അപ്പോൾ നമ്മൾ വിസിലൊക്കെ വന്നു. ഈ നമ്മൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ആഡ് ചെയ്യുവാണ്. ചീരുള്ളി, കറിവേപ്പില, കുറച്ച് ചപ്പ്, കുറച്ച് ഇത് എന്താ പറയുക അതിനെന്താ പറയുക, മല്ലിയിലല്ലാത്ത മറ്റേ സാധനമില്ലേ, എന്താ കിട്ടി പുതിനയില, അതും പിന്നെ കുറച്ച് ഒരു നുള്ള് മാത്രം ഉലുവയും പിന്നെ 2 കുരുമുളകിൻ്റെ മണിയും പിന്നെ ഒരു ചെറിയ പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തു കേട്ടോ. അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വീഡിയോയിൽ ആഡ് ചെയ്താൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ട് അത് വേണ്ട. അതിനിടയിൽ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്തു. നെയ്യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്കെന്തോ നല്ല പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉലുവയും കുരുമുളകും കൂടെ ആഡ് ചെയ്തു. പിന്നെ പട്ട ഇട്ട് കൊടുത്തു കേട്ടോ. പട്ട ഇട്ട് കൊടുത്ത് അത് ഏകദേശം ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വീണ്ടും എല്ലാവരുടെ അടുത്തും പറയാണ്, എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കെല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഉലുവയ്ക്ക് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി ആഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം നമ്മളൊന്ന് കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സായി മുരിഞ്ഞ് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അടാറ് സ്മെല്ല് വരാനുണ്ട് കേട്ടോ. അടിപൊളി മണമാണ്, ഒരു രക്ഷയില്ല. ഈ ബീഫ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഹസ്ബൻഡും ബ്രദറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇടയ്ക്ക് ബീഫ് കൊണ്ടുവരാല്ലേ എന്നൊക്കെ പറഞ്ഞു. കാര്യം എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ ഈ സാധനം റെഡിയായ ശേഷം നമ്മൾ ആ ഫ്ലെയിം കുറച്ച് വെച്ച് അതിലേക്ക് കുക്കർ വെക്കുക. അതിന് ശേഷം ഈ ഒരു മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ കുക്കർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തീയിൽ തന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ തൂമ്പിച്ചത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവിയൊക്കെ ആ ഒരു ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബീഫിലേക്ക് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ഗ്രേവി വെള്ളമായിട്ടൊന്നുമില്ല. ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ തന്നെ വെള്ളമില്ലായിരുന്നു ബീഫിൽ. നല്ല ബീഫായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തുടക്കാനാണ്. ഇനി തുടക്കണമെന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു മടി കാണിക്കരുത്, എന്തായാലും തുടച്ചേക്കാം. 1:30 ആയിട്ടുണ്ടൊരു സമയം. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങളെ വെയിറ്റ് ചെയ്തോളാം, തുടച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഫുൾ സെറ്റാക്കണം. അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തുടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തുടക്കാൻ കേട്ടോ, നല്ല മടിയുണ്ട്, എന്നാലും ഞാൻ തുടക്കാണ്. അപ്പം നിങ്ങളും എത്ര മടിയുണ്ടെങ്കിലും നമ്മൾ വൃത്തിയായി ഇതൊക്കെ കാണുമ്പോൾ, സെറ്റായി കഴിഞ്ഞ് ഇത് കാണുമ്പോൾ നമ്മുടെ മടിയൊക്കെ അങ്ങ് മാറും. സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആയിരിക്കും കേട്ടോ. നല്ല സാറ്റിസ്ഫൈ ആവും നമ്മളിത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്ന് നല്ലൊരു ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാങ്ങിയ പുതിയൊരു ക്ലോത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാര്യം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സ് ഇടണമെന്നൊക്കെ തോന്നി. മൈൻഡിൻ്റെ ഓരോ ലെവലേ, സാറ്റിസ്ഫാക്ഷൻ ലെവലേ. അപ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടണം തോന്നി. ഞാൻ പുതിയ ഡ്രസ്സൊക്കെയാണ് കുളി കഴിഞ്ഞ ശേഷം ഇട്ടത്. അപ്പോൾ മൊത്തം പണിയും തീർന്നു. അപ്പോൾ ഏതായാലും ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.